ക്രഷ് രചന നീലാംബരി, അവതരണം ഷാഹുൽ മലയിൽ, എഡിറ്റിംഗ് ഫൈസൽ സി എന്ന് ഊഞ്ഞേരി. മുന്നിൽ നിൽക്കുന്ന ആളെ ഏക ഉറ്റുനോക്കി നിന്നു. അയാളുടെ കൂർമ്മതയുള്ള നോട്ടം തന്നെയും മറിയടം തന്റെ പുറകിലേക്കാണെന്ന് മനസ്സിലായതും ആളൊന്ന് തിരിഞ്ഞു നോക്കി. ഒരു ടാക്സി വേഗത്തിൽ പാഞ്ഞു വരികയാണ്. തൊട്ടുപുറകെ തന്നെ ആ ടാക്സി ആഞ്ഞിടിച്ചുകൊണ്ട് ചേസ് ചെയ്തു വരുന്ന ഒരു ഫുൾ കവേർഡ് ജിപ്സി കാർ. അടുത്ത നിമിഷം തന്നെ ജിപ്സിയുടെ ആഞ്ഞുള്ള ഇടിയിൽ നിയന്ത്രണം തെറ്റിയ ടാക്സി തങ്ങൾക്ക് നേരെ പാഞ്ഞു വരുന്ന കാണെ ഏക മുന്നിലേക്കുന്ന ആളെയും വലിച്ച് തൊട്ടടുത്തുള്ള പൊന്തക്കാട്ടിലേക്ക് എടുത്തിയാണ്. ആ മനുഷ്യന്റെ സൈക്കിൾ ഇടിച്ച് തെറിപ്പിച്ചുകൊണ്ട് ടാക്സി ഊക്കോടൊരു മരത്തിലിടിച്ചു. കാറിൽ നിന്നൊരു സ്ത്രീ തെറിച്ച് പുറത്തേക്ക് വീണു. എന്തോ ലക്ഷ്യം വെച്ച് നിർത്തിയ ജിപ്സി പുറകെ വരുന്ന വലിയ ടൂറിസ്റ്റ് ബസ് കണ്ട് വേഗത്തിൽ ഓടിച്ചു പോയി. അതിനുള്ളിൽ നിന്നും ഗടാഗടിയന്മാരായ 5ഓളം പുരുഷന്മാർ ടാക്സിയിലേക്ക് ഉറ്റുനോക്കുന്നുണ്ടായിരുന്നു. 1-2 പേരുടെ കയ്യിൽ വടിവാൾ പോലുള്ള ആയുധങ്ങളും ഉണ്ടായിരുന്നു. ആക്സിഡന്റ് കണ്ടതും ബസ് പെട്ടെന്ന് നിർത്തി കുറെ കോളേജ് കുട്ടികൾ പുറത്തേക്ക് ചാടി. ഒപ്പം അധ്യാപകരും തോന്നിയ വിധത്തിൽ പുരുഷന്മാരും സ്ത്രീകളും ഒക്കെ ഉണ്ടായിരുന്നു. കുറ്റിക്കാടിൽ വീണേക വല്ലവിധേനെ അയാളെയും പൊക്കി റോഡിലേക്ക് ഇറങ്ങി. ഇരുവരുടെയും കയ്യും മുഖമൊക്കെ പൊട്ടി ചോരൊലിക്കുന്നുണ്ടായിരുന്നു. അപകടം മുന്നിൽ കണ്ടിട്ടാണോ തന്റെ സൈക്കിൾ നഷ്ടപ്പെട്ടിട്ടാണോ എന്നറിയില്ല, അയാൾ ആ തിരക്കുകളിൽ നിന്ന് നടന്നകന്നു. തന്റെ മുറിവുകളൊന്നും വകവെക്കാതെ ഏക ഓടിച്ചെന്ന് തകർന്നെടുക്കുന്ന ടാക്സിക്കടുത്തേക്കാണ്. നിലത്ത് തെറിച്ച് വീണ സുന്ദരിയായ ഒരു സ്ത്രീ അവൾ വല്ലവിധനെയും പിടിച്ചെഴുന്നേൽപ്പിച്ച് ഒരു മരച്ചോട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. മോള്, എന്റെ മോള്! ആ ഒരു ടാക്സിയിലേക്ക് ചൂണ്ടി ഉറക്കെ കരഞ്ഞു. മലയാളി ഏകയുടെ നെഞ്ചു പിടിച്ചു. ഓക്കെ നമുക്ക് നോക്കാം, ഞാനില്ലേ, നമുക്ക് നോക്കാം. മലയാളിയാണെന്ന് മനസ്സിലായതും ഏകയിൽ ഒരേ സമയം ആശ്വാസവും ആശങ്കയും ഉണ്ടായി. ആരും മരച്ചോട്ടിലിരുത്തി ആ ടാക്സിക്കടുത്തേക്ക് ഓടി. ബസ്സിൽ നിന്നിറങ്ങിയ വിദ്യാർത്ഥികളെ വളരെ കഷ്ടപ്പെട്ട് നിയന്ത്രിച്ചുകൊണ്ട് തിരികെ ബസ്സിൽ കയറ്റുന്ന തിരക്കിലായിരുന്നു ടീച്ചർമാർ. അപകടത്തിൽപ്പെട്ടവരെ രക്ഷിക്കുക എന്നതിനേക്കാൾ അവരുടെ ഏറ്റവും വലിയ ഉത്തരവാദിത്വം കുട്ടികളെ സുരക്ഷിതരാക്കുക എന്നുള്ളത് തന്നെയാണ്. ടാക്സിയുടെ മുൻവശം മരത്തിലിടിച്ച് നന്നേ തകർന്നിരുന്നു. ഡ്രൈവർ സീറ്റിൽ നിന്ന് ചോരൊലിച്ചിറങ്ങി റോഡിൽ തളം കെട്ടി നിൽക്കുന്നത് ഭീതിജനകമായ കാഴ്ച തന്നെയായിരുന്നു. കുട്ടികളെ ബസ്സിൽ കയറ്റാൻ ടീച്ചേഴ്സിനെ പ്രേരിപ്പിച്ച കാരണവും ഒരുപക്ഷെ അത് തന്നെയാവും. ഏക! അവ്യക്തവും ഞെരങ്ങിയതുമായ ആ വിളിയിൽ ഏകയെന്ന് ഞെട്ടിപ്പോയി. അവൾ ടാക്സിയുടെ പുറകിലേക്ക് സൂക്ഷിച്ചു നോക്കി. മുഖമാകെ ചോരയൊലിപ്പിച്ചുകൊണ്ട് തന്നെ നോക്കി കരയുന്ന വാമികയെ കാണെ അവൾ അമ്പരന്ന് പോയി. വാമിക! ഏക അലറിക്കൊണ്ട് ടാക്സിയുടെ ഡോർ തുറക്കാൻ ശ്രമിച്ചു. പക്ഷെ ഇടിയുടെ ആഘാതത്തിൽ ഡോർ ലോക്കായി പോയിരുന്നു. അപ്പോഴാണ് കുറ്റിക്കാട്ടിൽ നിന്ന് കയറി വരുന്ന അഞ്ജലി ഏക കാണുന്നത്. തങ്ങൾ ഏത് നിമിഷവും ആ ജീപ്സിൽ വന്നവരാൽ ആക്രമിക്കപ്പെടുമെന്ന് മനസ്സിലാക്കിയ അഞ്ജലി നേരത്തെ തന്നെ ടാക്സി ഒന്ന് സ്ലോ ആയ ഗ്യാപ്പിൽ ഡോർ തുറന്ന് പുറത്തേക്ക് ചാടിയിരുന്നു. പെട്ടെന്നാണ് കോ ഡ്രൈവർ സീറ്റിൽ നിന്ന് ആരോ അനങ്ങുന്ന ഏക ശ്രദ്ധിച്ച്. അത് പ്രേമായിരുന്നു. ആദ്യമായി വൈനിന്റെ ഫ്ളാറ്റിൽ ഡ്യൂട്ടിക്ക് വന്നപ്പോൾ പ്രേമിനെ കണ്ടതായിട്ട് അവൾ ഓർത്തു. ദേവൻ സാറിന്റെ റിലേറ്റീവാണ് പ്രേമെന്ന് മാനേജർ മുകേഷ് പറഞ്ഞ അവൾക്ക് ഓർമ്മ വന്നു. ഹേയ് ഏക, നീയോ? ഏക ഡോർ തുറക്കാൻ പറ്റുന്നില്ല, പ്ലീസ് ഹെൽപ്പ് അസ്. ഡ്രൈവർ, അയാൾ മരിച്ചു എന്നാ തോന്നുന്നേ. പ്രേം വല്ലാത്തൊരു വെപ്രാളത്തോടെ ഏകയെ നോക്കി പറഞ്ഞു. കാറിൽ നിന്ന് ഉയർന്ന പുക കണ്ട് എല്ലാവരും പരിഭ്രാന്തരായി. ഏത് നിമിഷവും തീ പടർന്നു പിടിക്കാനും ഒരു പൊട്ടിത്തെറിക്കുമുള്ള സാധ്യതയുണ്ടെന്ന് എല്ലാവർക്കും മനസ്സിലായി. ഏക അഞ്ജലിയെ നോക്കി. ഒരു പരിക്ക് പോലും ഇല്ലാതെ ഇവളെങ്ങനെ രക്ഷപ്പെട്ടു എന്നോർത്ത് ഏക ഞെട്ടാതിരുന്നില്ല. പിന്നെ ഒട്ടും ചിന്തിക്കാതെ ഏക അഞ്ജലിക്കടുത്തേക്ക് ഓടി. അഞ്ജലിമേ, നമുക്ക് ഈ കാറിന്റെ ഗ്ലാസ് കിടക്കാം, വലിയ കല്ലോ മറ്റുണ്ടോ നോക്കാം, വേഗം. എനിക്ക് തല ഇറങ്ങുന്ന പോലെ, ഐ കാണ്ട്. അഞ്ജലി വേച്ച് വീഴാൻ പോകുന്ന പോലെ അഭിനയിച്ചു. കാറ് തീ പിടിച്ച് പൊട്ടിത്തെറിക്കാൻ മറ്റോ ഉണ്ടായാൽ സ്വയം രക്ഷപ്പെടണമല്ലോ, അതാണ് അഞ്ജലി അപ്പോൾ ചിന്തിച്ച്. മാം പ്ലീസ്, തളരാനുള്ള സമയമല്ല ഇത്, നമുക്ക് ഉടനെ എന്തെങ്കിലും ചെയ്തേ പറ്റൂ, പ്ലീസ്. ഏക കെഞ്ചും പോലെ അഞ്ജലി നോക്കി പറഞ്ഞു. ഓളെ അഞ്ജലി, എന്റെ കുട്ടിയൊന്ന് വേഗം രക്ഷിക്ക്. പറയിലും മരത്തിൽ ചാരിയിരുന്ന സ്ത്രീയുടെ ബോധം പറഞ്ഞ് അവർ നിലത്തേക്ക് വീണതാണ് ഏക കാണുന്നത്. ദേവിക അമ്മായി! അഞ്ജലി ഓടി ദേവികയുടെ അടുത്തേക്ക് പോയി അവരെ പരിചരിക്കും പോലെ അഭിനയിച്ച് അവർക്കടുത്തേക്ക് ഇരുന്നു അവൾ. ഇതെല്ലാം കണ്ട് നിസ്സായാവസ്ഥയിൽ കാറിനുള്ളിൽ തന്നെ ഇരുന്നു പ്രേമും വാമികയും. വാമികയുടെ കണ്ണിൽ നിറയുന്ന മരണഭയം ഏക ഒരു പകപ്പോടെ നോക്കിപ്പോയി. പിന്നെ ഒട്ടും വൈകിച്ചില്ല അവൾ. നിലത്തിരുന്ന വലിയൊരു പാറക്കൽ അവൾ താങ്ങിയെടുത്ത് പറ്റുന്ന പോലെ അവൾ പുറകിലെ ഗ്ലാസ് ഇടിച്ചു തകർത്തു. പൂർണ്ണമായും തകർന്ന ഗ്ലാസ്സിലൂടെ അവൾ അകത്തേക്ക് കടന്നു. വാമികയുടെ ഇരു ഷോൾഡറിലൂടെയും കൈ കടത്തി വലിച്ചുയർത്തി പുറത്തേക്കിട്ടു. ഇടുകയായിരുന്നില്ല, ഇരുവരും വീഴുകയായിരുന്നു എന്ന് വേണം പറയാൻ. വാമിക വീണത് ഏകയുടെ ദേഹത്തൂടിയാണ്. പുറ റോഡിൽ അമർന്ന ഏകക്ക് നന്നായി വേദനിച്ചു. ആ വഴി തന്നെയാണ് പ്രേമം പുറത്തേക്ക് ചാടിയത്. അപ്പോഴേക്കും പോലീസും ആംബുലൻസും ഒക്കെ എത്തിയിരുന്നു. ഡ്രൈവർ മരിച്ചിട്ടില്ലെന്ന വാർത്ത കേട്ടുകൊണ്ടാണ് ആംബുലൻസ് ആശുപത്രി ലക്ഷ്യമാക്കി പാഞ്ഞത്. അയാളെ പുറത്തെടുക്കാനുള്ള ശ്രമത്തിലായിരുന്നു പോലീസ്. ആംബുലൻസിൽ ഇരിക്കുമ്പോഴും ഡ്രൈവർ രക്ഷപ്പെടുമായിരിക്കുമെന്നുള്ള വിശ്വാസത്തിൽ ഏക ദയനീയതയോടെ തകർന്ന ടാക്സിയിലേക്ക് നോക്കി പ്രാർത്ഥിച്ചു. വൈനിന്റെ കാറ് ആ സ്ഥലത്ത് വലിയൊരു ശബ്ദത്തോടെയാണ് വന്നു നിന്ന്. അപ്പോഴേക്കും ആ സ്ഥലം വിജനമായിരുന്നു. ഡേവിഡും വൈനിന്റെ ഒപ്പം കാറിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി. ഒന്നും മനസ്സിലാവാതെ ജയറാമും കൂടെ ഇറങ്ങി. ഉൾഭയത്തോടെ ഋതു അവർക്കൊപ്പം നിന്നു. മുന്നിൽ കാണുന്ന കാഴ്ച എല്ലാവരിലും അല്പം ഭീതി വളർത്തി. മരത്തിൽ ഇടിച്ചു തകർന്ന നിലയിലൊരു ടാക്സി കാർ, അതിന്റെ കീഴിൽ നിലത്തായി തളം കെട്ടി നിൽക്കുന്ന കട്ട പിടിച്ച ചോരക്കറ.
റോഡിൽ ചിതറിക്കിടക്കുന്ന ചില്ലുകൾ എല്ലാം അവരിൽ ഭയം നിറച്ചു. പെട്ടെന്നാണ് നിലത്തായി ഒരു ഫോൺ കിടക്കുന്ന ഋതു ശ്രദ്ധിക്കുന്നത്. ഡെവി, ഇത് ഏകയുടെയാ. ആൾ കരഞ്ഞുകൊണ്ട് പറഞ്ഞതും വൈരിൻ കണ്ണുകൾ മുറുക്കിയടച്ച് മുടിയിൽ വിരൽ കോർത്തുപോയി. എന്ത് ചെയ്യണമെന്നറിയാതെ വൈരിൻ ഋതുവും ഡേവിഡും ഏറെ നേരം അവിടെ തന്നെ സ്തംഭിച്ചു നിന്നു. പക്ഷേ ജയറാം മാത്രം ഒരു പുച്ഛഭാവത്തിൽ നിന്നതേയുള്ളൂ. ആ സ്വത്ത് വീണ് ചത്തോ ഇനി എന്താണെന്നൊരു പിടിയും കിട്ടുന്നില്ലല്ലോ. വൈരിൻ സാറിന്റെ ഭാവം കണ്ടാ തോന്നുന്നല്ലോ ഈ ചെക്കന്റെ ഭാര്യയാണ് കാണാതെ എന്ന്. പോയി ചോദിച്ചു നോക്കാം. ഓർത്തുകൊണ്ട് ജയറാം പതിയെ വൈരിന്റെ അടുത്തേക്ക് നടന്നു. സർ, ചോദിക്കുന്നുണ്ടോന്ന് തോന്നരുത്. ആ പെണ്ണിന് എന്ത് സംഭവിച്ചാലും സാറിനൊന്നും വരാൻ പോകുന്നില്ല. നോക്കൂ സർ, രാത്രി ഏറെയായി. നല്ല മഴക്കുള്ള സാധ്യതയും കാണുന്നുണ്ട്. നാളെ രാവിലെ ഷൂട്ടുള്ള. സാറ് ഫ്ലാറ്റിൽ പോയി റെസ്റ്റ് എടുത്താട്ടെ. സാറിനെപ്പോൾ ഉള്ള ഒരാൾ വെറും ഒരു പീറ പെണ്ണിന് വേണ്ടി തെരുവിക്കിടന്ന് അലയുന്നതന്നെ എത്ര മോശമായ കാര്യമാണ്. അതിനു മാത്രം സാറിന്റെ ആരാവള്. ഇടുപ്പിൽ കൈയും കുത്തി മുകളിലേക്ക് നോക്കി കണ്ണുകൾ മുറുക്കിയടച്ച് നിൽക്കുന്ന വൈരിൻ പെട്ടെന്ന് സ്വഭാവത്തിലേക്ക് എത്തി. ശരിയാണ്, ഏറെ നേരമായ ഒരു ഭ്രാന്തിനെ പോലെ താൻ അലയാൻ തുടങ്ങിയിട്ട്. കൂടെയുള്ളവർ ആരാണെന്ന് പോലും നോക്കാതെ അവളെ ഓർത്ത് താൻ ഈ കാണിച്ചു കൂട്ടുന്നൊക്കെ എന്തിനു വേണ്ടി എന്നുള്ള ചോദ്യത്തിന് എന്തു മറുപടി താൻ കൊടുക്കും? എന്തിന്? അവൻ സ്വയം അവനോട് തന്നെ ചോദിച്ചു. അവന് മൂവരെ ഉറ്റുനോക്കി. അവന് മുഖത്ത് തന്നെ നോക്കിൽപ്പാണ് അവർ. ഋതുവിന്റെ മുഖത്ത് നിഴലിൽ ചമ്പരപ്പ് അവന് തെല്ലൊന്ന് ചൊടിപ്പിച്ചു. അത് ജയറാം, ആക്ച്വലി ഞാൻ കാരണം ആ പെൺകുട്ടി മിസ്സായത്. എനിക്ക് ദേഷ്യം വന്നപ്പോൾ ഞാൻ അവളെ കാറിൽ നിന്ന് ഇറക്കി വിട്ടു. അവൾക്ക് വല്ലതും പറ്റിയ ഞാൻ സമാധാനം പറയേണ്ടി വരും. അണ്ടർസ്റ്റാൻഡ്? അവനൊരു പതർച്ചയോടെ പറഞ്ഞു ഒപ്പിച്ചു. ഓ, അത്രേ ഉള്ളൂ. അതിന് സാറിങ്ങനെ അലറണ്ട. ബോഡി ഗാർഡ്സിനോട് പറയാം. കൂടെ ഡേവിഡും പോകും. പോരെങ്കിൽ ഈ പെണ്ണിനെ കൂടി കൂടെ അയക്കാം. എടി കൊച്ചേ, നാട്ടിൽ ആ പെണ്ണിന്റെ വീട്ടിൽ വിവരം അറിയിക്കണം. പിന്നെ മുമ്പ് ഒരിക്കലും അവൾ പറഞ്ഞ് എനിക്ക് ഓർമ്മയുണ്ട്. അഞ്ജലി മാം അവളോട് ബോയ് ഫ്രണ്ട് ഉണ്ടോ എന്ന് ചോദിച്ചപ്പോ ഉണ്ടെന്ന് അവൾ പറഞ്ഞ്. അവനെ കൂടി വിളിച്ചു നോക്ക്. ഇനി അവന്റെ കൂടെ വല്ല പബ്ബിലോ പാർട്ടിയിലോ തുള്ളാൻ പോയോന്ന് ആർക്കറിയാം? ജയറാമിന്റെ തരം താഴ്ന്ന സംസാരം ഋതുവിനെ നന്നായി തന്നെ ചൊടിപ്പിച്ചു. ജയറാം സർ, നിങ്ങൾ ആരും തന്നെ ബുദ്ധിമുട്ടണ്ട. ഞങ്ങളുടെ ഏകയുടെ കാര്യം ഞങ്ങൾ നോക്കിക്കോളാം. നിങ്ങൾ വൈകുന്നേരം സേഫായി ഫ്ലൈറ്റിലെത്തിക്കും. ഇങ്ങനെയുള്ള പ്രതിസന്ധികളിൽ നിന്ന് രക്ഷപ്പെടുന്നത് എങ്ങനെയാണെന്ന് ഞങ്ങൾ ഗാർഡ്സിന് നല്ലപോലെ അറിയാം. അതൊക്കെ പഠിക്കാൻ ഞങ്ങൾക്ക് ഈ ജോലി ചെയ്യാൻ കഴിയില്ലല്ലോ. കാരണം ഏത് നിമിഷം ഒരു ഗെറ്റൗട്ട് ഞങ്ങൾ പ്രതീക്ഷിച്ചതിനെ ഈ പണിക്കയറുന്നു. അപ്പോൾ പോലും അനുസരിക്കണം എന്നുള്ളതും പ്രോട്ടോകോളിൽ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണല്ലോ ഈ സ്ഥലം എത്ര അപകടം പിടിച്ചാണെന്ന് അറിഞ്ഞിട്ടും സ്വയം കാറിൽ നിന്നിറങ്ങിയതും ആരെയും കാല് പിടിക്കാൻ ശ്രമിക്കാത്തതും. അത്രയും പറഞ്ഞ് ആരെയും വകവെക്കാതെ ഋതു റോഡിലേക്ക് ഇറങ്ങി ചീറി പാഞ്ഞു പോകുന്ന വണ്ടികൾക്ക് നേരെ കൈ കാണിച്ചുകൊണ്ടിരുന്നു. ഈ സ്ഥലത്തെക്കുറിച്ച് അറിയാവുന്നതുകൊണ്ട് ആരും തന്നെ വണ്ടി നിർത്തിയില്ല. തന്നെ നിസ്സായാവസ്ഥ ഓർത്ത് ഋതു കരഞ്ഞു തുടങ്ങിയിരുന്നു. ഇതൊക്കെ ഒരു പുച്ഛത്തോടെ നോക്കിയ ശേഷം ജയറാം പോയി കാർ ഡോർ തുറന്ന് പിടിച്ചുകൊണ്ട് വൈകുന്നേരം നോക്കി. സർ, സാറ് വന്ന് വണ്ടി കയറ്, നമുക്ക് പോവാം. അവള് പറഞ്ഞു കേട്ടില്ലേ, അവരുടെ കാര്യം അവർ നോക്കിക്കോളൂ. ഡേവിഡ് വിഷമത്തോടെ ഋതുവിനെ നോക്കി. അവൾ അപ്പോഴും വണ്ടികൾക്ക് നേരെ ദയനീയമായി കൈ കാണിച്ച് പരാജയപ്പെട്ടുകൊണ്ടിരുന്നു. അടുത്ത നിമിഷം ഒരു കാർ അതിവേഗം വന്നു. ജയറാം തുറന്നു പിടിച്ച ഡോർ വൈരിങ് കാലുകൊണ്ട് ചവിട്ടിയടച്ച ശേഷം റോഡിന്റെ ഒത്ത നടുവിൽ അങ്ങ് കയറി നിന്നു. ഒരു പകപ്പോടെ ഡേവിഡ് അവന്റെ നേരെ ഓടിയെടുത്തു. സർ, നോ! അവൻ കൈ ഉയർത്തി ഡേവിഡ് നോക്കി അലറിക്കൊണ്ട് തടഞ്ഞു. വലിയ ശബ്ദത്തോടെ ഒരു ടാക്സി വൈരിന്റെ മുമ്പിൽ തൊട്ടില്ലെന്ന പോലെ ചവിട്ടി നിർത്തി. ബോണറ്റിൽ കൈകൾ കുത്തി അവൻ ആ കാറിലേക്ക് നോക്കി വണ്ടി തടഞ്ഞു വെച്ചു. ഋതുവേഗം ഓടിച്ചെന്ന് ഡ്രൈവർ ഡോറിന്റെ ഗ്ലാസ്സിൽ തട്ടിയ നിമിഷം അകത്തിരുന്ന ഡ്രൈവർ ഒരു പകപ്പോടെ ഗ്ലാസ് അല്പം താഴ്ത്തി. സർ, ദയവിട്ട് ನನಗೆ ಲಿಫ್ಟ್ ಕೊಡಬಹುದೇ? ಭಯಪಡಬೇಡಿ. ನೀವು ನನ್ನನ್ನು ನನಬಹುದು. ನಾನು ನಿಮಗೆ ಮೋಸ ಮಾಡಲು ಪ್ರಯತ್ನಿಸುತ್ತಿಲ್ಲ. ഋതു പറഞ്ഞുകൊണ്ടിരിക്കെ അവളുടെ അടുത്തേക്ക് വൈരി നടന്നു വന്നു. കൈ ഉയർത്തി അവൾ തടഞ്ഞുകൊണ്ട് അവനെ അയാളെ നോക്കി. വൈരിനെ കണ്ടതും വിശ്വസിക്കാൻ കഴിയാതെ അയാൾ ഗ്ലാസ് മുഴുവനായും താഴ്ത്തി. സർ, സാറ് വൈരിനല്ലേ? അയാൾ അന്തം വിട്ട് മലയാളം പറയുന്ന കേട്ടതും ഋതു ആശ്വാസത്തോടെ അയാളെ നോക്കി പറഞ്ഞു. സർ, പ്ലീസ്, അടുത്തുള്ള ഏതെങ്കിലും പോലീസ് സ്റ്റേഷൻ വരെ എനിക്കൊരു ലിഫ്റ്റ് തരുമോ? ഋതു, സ്റ്റോപ്പ് ഇറ്റ്. എക്സ്ക്യൂസ് മീ, ഇവിടെ കുറച്ചു മുമ്പ് ഒരു ആക്സിഡന്റ് നടന്നിരുന്നു. ആക്ച്വലി ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന ഒരു കുട്ടി മിസ്സിംഗ് ആണ്. ഇതിനെപ്പറ്റി നിങ്ങൾക്ക് എന്തെങ്കിലും അറിയോ? പ്ലീസ് ഹെൽപ്പ് അസ്. ഋതുവിനെ തടഞ്ഞുകൊണ്ട് വൈര്യൻ പറയുമ്പോഴും വൈര്യനെ നേരിട്ടേണ്ട ആശ്ചര്യത്തിലായിരുന്നു അയാൾ. എങ്കിലും അയാളുടെ കൂടെ ജോലി ചെയ്യുന്ന ടാക്സിക്കാരുണ്ടായ അപകടം അയാൾക്ക് അറിയാമായിരുന്നു. സർ, ഞങ്ങളുടെ കൂടെ വർക്ക് ചെയ്യുന്ന ഈ നാട്ടുകാരനായ ഒരു ചേട്ടനാണ് വണ്ടി ഓടിച്ചിരുന്നത്. എയർപോർട്ട് ഓട്ടായിരുന്നു. പക്ഷേ ഇവിടെ തന്നെയുള്ള രാഘവേന്ദ്രൻ എന്നൊരു ഗുണ്ടത്തലവന്റെ ആൾക്കാർ ആ ടാക്സിക്കാർ ഫോളോ ചെയ്തു. സാധാരണ കൊള്ളക്കാർ വിളയാടുന്ന സ്ഥലമാണിത്. പക്ഷേ രാഘവേന്ദ്ര അത്യാവശ്യം അറിയപ്പെടുന്ന ഒരു വലിയ ഗുണ്ടാ നേതാവാ. അയാളുടെ ആൾക്കാർ ഈ പണിക്ക് പോകാറില്ല. പിന്നെ എന്തുദ്ദേശത്തിലാണ് ആ വണ്ടിയിലുള്ളവർ അയാളുടെ ആൾക്കാർ ഫോളോ ചെയ്തെന്നറിയില്ല. ഗുണ്ടകൾ വന്ന കാർ ടാക്സിയിലിടിച്ച് കാരണം നിയന്ത്രണം വിട്ട ടാക്സി ആ മരത്തിലിടിക്കുകയായിരുന്നു. പുറകെ ഒരു ടൂറിസ്റ്റ് ബസ് ഉള്ളതുകൊണ്ട് ആമാർ പിന്നെ നിർത്താതെ പോയി. ആ ബസ്സിലെ ഡ്രൈവർ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഞങ്ങളെല്ലാവരും അറിഞ്ഞ് പോലീസിനെ വിളിച്ച് അറിയിച്ചു അവർ തന്നെയാണ്. പക്ഷേ ആ സമയത്ത് ഇവിടെ ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നെന്ന് അയാൾ പറയുന്നുണ്ടായിരുന്നു. കാറിലുള്ളവരൊക്കെ രക്ഷിച്ച ആ പെൺകുട്ടി തന്നെയാണ്. അവസാനം അവർ പോയ ആംബുലൻസ് തന്നെ കയറി ആ കുട്ടിയും പോയി എന്ന് അറിയാൻ കഴിഞ്ഞ്. ഇവിടെ അടുത്തൊരു ചെറിയ ക്ലിനിക്ക് ഉണ്ട്. ചെറിയ ചെറിയ ആക്സിഡന്റ് കേസുകളെല്ലാം അവിടേക്ക് ആംബുലൻസിൽ കൊണ്ടുപോകാറുള്ളത്. സീരിയസ് ആയവരെ മാത്രമേ സിറ്റിയിലേക്ക് കൊണ്ടുപോകുള്ളൂ. അവിടെ പോയി അന്വേഷിച്ചവർ പക്ഷെ അറിയാൻ കഴിയും. ശരി, താങ്ക്സ്. ഋതു, കാറി കയറ്.
അതും പറഞ്ഞ് വൈനും വേഗത്തിൽ കാറിൽ കയറി. പള്ളിയടിച്ചുകൊണ്ട് പുറകെ ജയറാമും ഒപ്പം തന്നെ ഡേവിഡും കയറി. ചെറിയൊരു ക്ലിനിക്കിലെത്തിയതും ആദ്യം കാർ തുറന്നിറങ്ങി ഓടിയത് ഋതുവാണ്. അവൾ ഓടി അകത്തേക്ക് കയറി. സൗകര്യങ്ങൾ തീരെ കുറഞ്ഞ വൃത്തിഹീനമായ വരാന്തയിലൂടെ അവൾ ചുറ്റും നോക്കിക്കൊണ്ട് നടന്നു. കൈമുട്ടിലുള്ള വലിയ കെട്ടിൽ പിടിച്ചുകൊണ്ട് ചുമലിൽ ചാരിയൊരു ബെഞ്ചിലിരിക്കുന്ന ഏകയെ ഒരു നിമിഷം ഋതു നോക്കിയെന്ന് പോയി. ഏക ഋതു വിളിച്ചുകൊണ്ട് അവൾക്കടുത്തേക്ക് ഓടി. ഋതു നിറഞ്ഞു തൂവുന്ന കണ്ണുകൾ അമൃത്തി തുടച്ചുകൊണ്ട് അവൾ തളർച്ചയോടെ പതിയെ എഴുന്നേറ്റു. അയ്യോ, നിനക്കെന്താ പറ്റിയേ? കൈയൊക്കെ മുറിഞ്ഞല്ലോ. അപ്പോഴേക്കും ഡേവിഡ് അവിടേക്ക് ഓടിയെത്തിയിരുന്നു. ഏക, എന്താണ് പറ്റിയേ? നിന്നെ ആ വണ്ടി തട്ടിയോ? നിന്റെ ദേഹത്തും പരിക്കുകളുണ്ടല്ലോ. ഡേവിഡ് ചോദിക്കുമ്പോഴേക്കും വയറിൽ കൈയമർത്തി പിടിച്ചുകൊണ്ട് ഓടിക്കതച്ചുകൊണ്ട് വൈദ്യൻ അവിടെ എത്തിയിരുന്നു. വരാന്തയിൽ ഏകയെ കണ്ടതും ഒരു നിമിഷം അവൻ അങ്ങനെ തന്നെ നിന്നുപോയി. ദേഷ്യമാണോ, ആശ്വാസമാണോ, സങ്കടമാണോ എന്നൊന്നും അറിയില്ല. കിതച്ചുകൊണ്ട് വായിലേക്ക് വന്ന ശ്വാസം അവൻ ആഞ്ഞൂതി വിട്ടു. ഒരു നിമിഷം അവന്റെ ഹൃദയമിടിപ്പ് അവന് തന്നെ കേൾക്കാമായിരുന്നു. ഒപ്പാസഹനീയമായ വയറുവേദനയും. തനിക്ക് പറ്റിയ മുറിവുകൾ ഋതുവിനും ഡേവിഡിനും ചൂണ്ടിക്കാണിക്കുന്ന തിരക്കിനിടയിൽ ഏക പെട്ടെന്ന് വൈദ്യനെ കണ്ടു. അവൾ കണ്ണുകൾ അമർത്തി തുടച്ച് അവന്റെ അടുത്തേക്ക് പാഞ്ഞു. സർ, എന്റെ ഫോൺ മിസ്സായി പോയി. സോറി സർ, ഞാൻ വിളിക്കാനിരുന്ന ഞങ്ങളുടെ എല്ലാവരുടെയും ഫോൺ ആ സ്ഥലത്ത് മിസ്സായി. സാർ വല്ലതും അറിഞ്ഞിട്ടാണ് ഇവിടേക്ക് വന്ന്. വിഷമിക്കണ്ട, എല്ലാവരും ഓക്കെയാ. ഒറ്റ ശ്വാസത്തിൽ അവൾ പറഞ്ഞൊപ്പിച്ചതും ചെകിട് നോക്കി ഒറ്റ അടിയായിരുന്നു വൈദ്യൻ. നീ ഇത്രയും നേരം ഇവിടെ പോയി കിടക്കുമായിരുന്നു. നിന്റെ കായ്ക്കുന്നാക്കിലൊക്കെ നല്ല നീളാണല്ലോ. നിന്റെ കാലാ റൂട്ടിൽ ഒട്ടിച്ചു വെച്ചിരുന്നോ? ലൊക്കേഷൻ കിട്ടി അങ്ങോട്ട് കെട്ടിയെടുക്കാൻ നിന്നെ ആരെങ്കിലും താലപ്പൊടിയും കൊണ്ട് ക്ഷണിക്കണമായിരുന്നോ? എവിടെയൊക്കെ തേടിയിട്ട് നിന്നെ. ഐ വാണ്ടഡ് ലൈക്ക് എ ഡോഗ് ബിക്കോസ് ഓഫ് യു. ദേഹം മുഴുവൻ മുറിച്ചു വെച്ചുകൊണ്ട് വന്ന് നിൽക്കും അവള്. ഈ ലോകത്തുള്ള എല്ലാവരെയും ചാടിക്കറി രക്ഷിക്കാൻ നീ ആരാടി? നീ എന്റെ സ്റ്റാഫാ. എന്റെ കാര്യം മാത്രം നോക്കിയാൽ മതി. ഞാൻ ഈ വൈദ്യുതി പറയുന്നത് മാത്രം നീ കേട്ടാ മതി. എന്റെ കണ്ണുമിനിന്ന് അത്രയും പറഞ്ഞുകൊണ്ട് അവൻ മുഷ്ടിയുരുട്ടി അവിടെയുള്ള ഒരു തൂണിൽ ആഞ്ഞിടിച്ചു. ഏക കവിളിൽ കൈവച്ച് കണ്ണു നിറച്ച് അങ്ങനെ ഒരു നിൽപ്പ് നിന്ന് പോയി. അവളുടെ ചുണ്ടുകൾ വിറച്ചു. സങ്കടം മുഴുവൻ കണ്ണുകളിലേക്ക് ഉരുണ്ടുകൂടി. താനിപ്പോൾ പൊട്ടിക്കരയെന്ന് ബോധ്യമായതും പെട്ടെന്ന് ആർത്തു പെയ്ത മഴയിലേക്ക് അവൾ ഇറങ്ങിയോടി ഇരുളിലേക്ക് മറഞ്ഞു. ഒരു പകപ്പോടെ പുറകെ ഓടാൻ തുടങ്ങിയ വൈദ്യനെ തടഞ്ഞുകൊണ്ട് പ്രേം അവന് മുന്നിൽ കയറിയിരുന്നു. പ്രേം, നീ എന്താ ഇവിടെ? അതിശയബാധയിൽ ചോദിക്കുമ്പോൾ വൈദ്യനെ കണ്ട ആശ്വാസമായിരുന്നു പ്രേമിലപ്പോൾ. വൈദ്യൻ, പറയാം, നമുക്ക് സിറ്റിയിലുള്ള ഹോസ്പിറ്റലിലേക്ക് പോവാം. എൻ്റെ ഫോൺ മിസ്സായി. അതാരെയും വിളിക്കാൻ കഴിയാഞ്ഞ് ഞാനൊരു ടാക്സി വിളിക്കാൻ പോയതാ. വാട്ട്? സിറ്റിയിലുള്ള ഹോസ്പിറ്റലിലേക്ക് എന്തിനാ പോകുന്നത്? നീ എന്താ പ്രേമിയുടെ? വൈദ്യൻ, അത് ദേവിയാനി നിനക്കൊരു സർപ്രൈസ് തരാൻ വേണ്ടി നൈറ്റ് തന്നെ ഫ്ലൈറ്റ് എടുത്ത് വന്നാണ്. ഞങ്ങൾക്കിപ്പോൾ അഞ്ജലിയും വാമികയും ഒക്കെ ഉണ്ടായിരുന്നു. ഇവിടുത്തെ ഒരു ടാക്സിയിൽ നിന്റെ ഷൂട്ടിംഗ് ലൊക്കേഷനിൽ വരായിരുന്നു പ്ലാൻ. വരുന്ന വഴിക്ക് പ്രേം പിന്നീടുണ്ടായ കാര്യങ്ങളെല്ലാം വൈദ്യനെ ധരിപ്പിച്ചു. എല്ലാം കേട്ട് കഴിഞ്ഞതും വൈദ്യൻ നെറ്റി ഒഴിഞ്ഞുകൊണ്ട് അങ്ങനെ തന്നെ നിന്നുപോയി. വൈദ്യൻ, ഇവിടെ ഫെസിലിറ്റീസൊക്കെ കുറവാണ്. അതുകൊണ്ട് വാമികയെ ആൻറ്റിയെ സിറ്റിയിലുള്ള സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിലേക്ക് മാറ്റി. വേറെ കുഴപ്പമൊന്നുമില്ല. വാമികയുടെ നെറ്റി പൊട്ടി. ആൻറ്റിക്ക് എന്നെ പോലെ ചെറിയ പരിക്കലുണ്ടായിരുന്നു. ഭാഗ്യത്തിന് അഞ്ജലിക്കൊന്നും പറ്റിയില്ല. പ്രേം വീണ്ടും പറഞ്ഞു നിർത്തി. പിന്നെ നീയും ഏക എന്താ ഇവിടെ? അത് വൈദ്യൻ, അഞ്ജലി, നിനക്കറിയാലോ അഞ്ജലിക്ക് ഏകയുള്ള ദേഷ്യം. ഏകയെ കൂടെ കൂട്ടാൻ അഞ്ജലി തയ്യാറായില്ല. ഏകക്ക് ആദ്യമേ തന്നെ മുറികളുണ്ടായിരുന്നു. പിന്നെ കാറിന്റെ ചില്ല് തകർത്തൊക്കെ അവളാണല്ലോ. അങ്ങനെയും കുറെ മുറികൾ കൂടി ഉണ്ടായി അവൾക്ക്. ദേവികാന്റിക്ക് അവളോട് പാവം തോന്നി. സോ എന്നോടോട് നിൽക്കാൻ പറഞ്ഞു. മുറിവൊക്കെ ഡ്രസ് ചെയ്ത ശേഷം വീട്ടിൽ കൊണ്ടാക്കണമെന്ന് ദേവികാന്റി പറഞ്ഞിട്ടാ ഞാനിവിടെ നിന്ന്. ആ കുട്ടിക്ക് തീരെ വയ്യ. ഒരു ടാക്സി വിളിച്ചെന്നാ അവൾ തന്നെ വേറെ ഹോസ്പിറ്റലിലേക്ക് പോയിക്കോളാന്ന് പറഞ്ഞു. അവളുടെ കയ്യിൽ കാശൊന്നുമില്ലായിരുന്നു. അതുകൊണ്ട് ആക്സിഡന്റ് ആയ സ്ഥലത്ത് പോയി മൊബൈൽ ഫോൺ കണ്ടുപിടിക്കുന്ന ഒരേ വാശിയായിരുന്നു. കാശ് ഞാൻ അടച്ചോളാന്ന് പറഞ്ഞിട്ടൊന്നും കൂട്ടാക്കിയില്ല. അതുകൊണ്ട് ഞാനൊരു ടാക്സി വിളിക്കാൻ പോയതാ. അപ്പോഴാണ് നിങ്ങൾ വന്ന്. ഓക്കെ പ്രേം, ടാക്സി വിളിച്ച് വേഗം ഇവരെയും കൂട്ടി ഹോസ്പിറ്റലിലേക്ക് വെക്കോ? അപ്പോൾ നീയോ വൈദ്യൻ? പ്രേം ഞെട്ടിലോടെ ചോദിച്ചു. ഞാൻ വന്നേക്കാം. ഋതു, ഡേവിഡ്, നിങ്ങൾ അമ്മയ്ക്കും മാമിക്കും വേണ്ട സഹായങ്ങൾ ചെയ്യണം. പ്രേമിൻ്റെ കൂടെ ചെല്ല്. ആൻഡ് ജയറാം, ഹോസ്പിറ്റലിലെ ഫോർമാലിറ്റീസ് എല്ലാം നോക്കി ചെയ്യണം. സർ, ഒറ്റയ്ക്ക് ഋതു ഇവരോടൊപ്പം പോട്ടെ. എനിക്ക് സാറിൻ്റെ സെക്യൂരിറ്റി നോക്കിയാൽ മതിയാവും. ഡേവിഡ് പറയുമ്പോൾ വൈദ്യുതി ദേഷ്യം വരുന്നുണ്ടായിരുന്നു. ഡേവിഡ്, ഡു വാട്ട് ഐ സെഡ്. ഓക്കെ സർ. മറുത്തൊന്നും പറയാതെ ഡേവിഡ് പ്രേമിന്റെ കൂടെ പോകാൻ തയ്യാറായിക്കൊണ്ട് മഴയിലേക്ക് വൈദ്യുതി ഇറങ്ങി ഓടുന്ന് നിസ്സായനായി നോക്കിയിരുന്നു. ഋതു, നീ വിഷമിക്കണ്ട. വൈദ്യുതി സാറ് പോയത് എവിടെയാണെന്ന് എനിക്കറിയാം. അത് ഏകെ തേടിയാ. നീ രാത്രി ഒറ്റക്കവിടെ തരുന്നതിനേക്കാൾ നല്ലത് സാറ് പോകുന്നത് തന്നെയാണ്. അതുകൊണ്ട് നമുക്ക് വൈദ്യുതി സാറ് പറഞ്ഞ് അനുസരിക്കാം. വേഗം വാ. പ്രേം വിളിച്ചുകൊണ്ടുവന്ന ടാക്സിയിൽ എല്ലാവരും ഹോസ്പിറ്റലിലേക്ക് യാത്രയായി. മഴ നനഞ്ഞുകൊണ്ട് വൈദ്യുതി ഏകക്കായി അവിടെയെല്ലാം തേടി. അടഞ്ഞിടക്കുന്ന കടകളുടെ വരാന്തയിലും ഹോസ്പിറ്റലിന്റെ പരിസരത്തുമെല്ലാം അവൻ അലഞ്ഞിടന്നു. എങ്ങും അവളെ കാണാൻ കഴിഞ്ഞില്ല. അവസാനം നനഞ്ഞു കുതിർന്ന ദേഹവുമായി അവൻ കാറിനടുത്തേക്ക് വന്നു. അസഹനീയമായ വയറുവേദനയിൽ അവൻ വയറമർത്തി പിടിച്ചുപോയിരുന്നു. പെട്ടെന്നാണ് പറഞ്ഞ കാര്യം അവന് ഓർമ്മ വന്നത്. ആക്സിഡന്റ് നടന്ന സ്ഥലത്ത് ഫോൺ തിരഞ്ഞു പോകാനായി ഏക വാശി പിടിച്ച കാര്യം.
ആ ഓർമ്മയിൽ വേഗം തന്നെ കാർ സ്റ്റാർട്ട് ചെയ്ത് അവൻ ചീറിപ്പാഞ്ഞു പോയി. 10 മിനിറ്റിനുള്ളിൽ അവന്റെ കാർ അവിടെ എത്തിയിരുന്നു. കാഴ്ച മറക്കുന്ന ആ മഴയിലേക്ക് കാറിൽ നിന്ന് സീറ്റ് ബെൽറ്റ് ഊരി അവൻ വേഗത്തിൽ ഇറങ്ങി. ശക്തമായ ഇടിയോടുകൂടി ആ മഴയിൽ അവന്റെ ശബ്ദം ചിലമ്പിച്ചു. എങ്കിലും പറ്റുന്ന അത്രയോ ഉച്ചത്തിൽ അവൻ ഉറക്കി വിളിച്ചുകൊണ്ടിരുന്നു. തകർന്നു കിടക്കുന്ന കാറിന് ചുറ്റിലും കൂടാതെ ആ പരിസരം മുഴുവൻ അവൻ ചുറ്റിത്തിരിഞ്ഞു. പെട്ടെന്നാണ് അടുത്തെവിടെ നിന്നോ ഒരു തേങ്ങൽ അവന്റെ കാതിൽ അലയടിച്ച്. നോക്കുമ്പോൾ കണ്ടു ഒരു വലിയ മരത്തിന് കീഴിൽ മഴയും നനഞ്ഞ് ഇരു കാൽമുട്ടിൽ മുഖം ചേർത്തിരിക്കുന്നവളെ. മുഖത്തുകൂടി ഒലിച്ചിറങ്ങുന്ന മഴവെള്ളം അമർത്തി തുടച്ച് ഇടുപ്പിൽ കൈകുത്തി വേഗത്തിൽ അടഞ്ഞുറക്കുന്ന കണ്ണുകളോടെ അവൻ 1-2 നിമിഷം അവളെ നോക്കി നിന്നു. ഒന്നാഞ്ഞു നിശ്വസിച്ചുകൊണ്ട് അവൻ അവൾക്കടുത്തേക്ക് പതിയെ നടന്നു. തന്റെ അടുത്ത് ഷൂ ധരിച്ച 2 കാലുകൾ നിൽക്കുന്ന ഏകയും കണ്ടു. കണ്ടിട്ട് അവൾ മുഖമുയർത്തി നോക്കാതെ അങ്ങനെ തേങ്ങി വിറച്ചുകൊണ്ട് മുട്ടിൽ മുഖം കുനിച്ച് തന്നെ ഇരുന്നു. അവൻ അവളുടെ മുന്നിലായി മുട്ടുമടക്കി പതിയെ ഇരുന്നു. അവൾ നെഞ്ചോട് ചേർത്ത് പിടിച്ചിരിക്കുന്നത് എന്തോ അവന്റെ കണ്ണിലുടക്കിയ നിമിഷം അവൻ കൈ നീട്ടി അതിൽ തൊട്ടതും അവൾ അല്പം ബലത്തിൽ തന്നെ അതിൽ പിടിമുറുക്കി. അത് പൊട്ടി നശിച്ച അവളുടെ മൊബൈൽ ഫോണാണെന്ന് മനസ്സിലായതും അവന്റെ ചുണ്ടിലെ ഒരു ചിരി മിന്നി. ഈ ഫോൺ തൊട്ടു മുന്നേ ഋതു കണ്ടതാണ്. പക്ഷെ അന്നേരത്തെ വെപ്രാളത്തിൽ ഋതു അത് അവിടെ ഉപേക്ഷിച്ചു. ഇരു കൈ നീട്ടി അവളുടെ കൈത്തണ്ടകളിലായി പിടിമുറുക്കി ഇരുവശങ്ങളിലേക്കും അല്പം ബലത്തിൽ നിർത്തിയതും അവളുടെ തേങ്ങലുകൾ കാത്തു കൂടി. ഐ ആം സോറി. ഏക നോക്ക്, ഞാനൊന്നും അറിഞ്ഞിരുന്നില്ല. ഐ ആം സോറി. ആൾ അവന്റെ കൈപ്പിടിയിൽ കിടന്ന് കുതിരിക്കൊണ്ടിരുന്നു. വാ, നമുക്ക് ഹോസ്പിറ്റൽ പോവാം. എഴുന്നേക്ക്. എന്നെ വിട് സാറ് വയ്ക്കും, എനിക്ക് തനിയെ പോകാൻ അറിയാം. ഇതാണ് എനിക്ക് പിടിക്കാത്തത്. പറയുന്ന കേൾക്കടി, എഴുന്നേറ്റ് വരാൻ. അവന്റെ സ്വരൽപ്പൊക്കെ അടുത്തറിഞ്ഞിട്ടും അവളുടെ വാശി മാറിയില്ല. പോകാനല്ലേ പറഞ്ഞു, എനിക്ക് ആരെയും കാണണ്ട, എനിക്ക് വേണ്ടി ആരും ബുദ്ധിമുട്ടണ്ട, പോയിക്കോ. ആ വാശിയിൽ അവളുടെ സ്വരം പിന്നെയും കടുത്തു. എന്തായാലും ഞാൻ വന്നുപോയില്ലേ, മര്യാദക്ക് കൂടെ വരാൻ നോക്കും. ഇല്ലേ തൂക്കിയെടുത്ത് ഞാൻ കൊണ്ടുപോകും. എഴുന്നേക്കടി. അതും പറഞ്ഞ് അവൻ അവളുടെ കയ്യിൽ പിടിച്ചു വലിച്ചു ഉയർത്താൻ നോക്കിയത്. വേദന അവൾ ഉറക്കി നിലവിളിച്ച നിമിഷം അവനവളുടെ പിടിവിട്ടു. എന്ത് വേദനിക്കുന്നുണ്ടോ? ഏക ആൻസർ മീ. വേദനിക്കുന്നുണ്ടോ? അത് മറുപടി പറയാതെ അതീവ ദേഷ്യത്തിൽ അവൾ അവനെ മുഖം കുറിപ്പിച്ചെന്ന് നോക്കി. അത് വകവെക്കാതെ അവനവളെ മൊത്തമായി ഒന്ന് നോക്കി. മുറിയിൽ ഡ്രസ്സ് ചെയ്തൊക്കെ മഴയിൽ നനഞ്ഞ് ചോരപൊടിയും വിധത്തിലായിട്ടുണ്ട്. ഇവളില്ലായിരുന്നെങ്കിൽ തന്റെ പെങ്ങളുടെ ജീവൻ എന്ത് സംഭവിക്കുകയായിരുന്നു എന്ന് ഒരു ഐഡിയയുമില്ല. അവളെ ഒന്ന് വരിഞ്ഞു മുറുക്കി കെട്ടിപ്പിടിക്കാൻ തോന്നിയ നിമിഷം ആ കൈകൾ അവൻ ചുരുട്ടി പിടിച്ചുകൊണ്ട് സ്വയം നിയന്ത്രിച്ചു. തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം.